നമസ്കാരം. ടൈം മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. മിക്കവാറും നമ്മളുടെയൊക്കെ ഫോണിലേക്ക് ഒരു കോളോ മെസ്സേജോ ഒക്കെ വരുന്നത് ഇപ്രകാരമായിരിക്കും. നിങ്ങൾക്ക് ഒരു ലോൺ അപ്രൂവൽ ആയിട്ടുണ്ട്, വളരെ വേഗം തന്നെ അനുവദിച്ച തുക നിങ്ങളുടെ ബാങ്കിൽ എത്തിച്ചേരും എന്നൊക്കെ പറഞ്ഞു. മുൻപൊക്കെ ഒരു ലോൺ ലഭിക്കണമെങ്കിൽ എത്രമാത്രം നമ്മൾ പരിശ്രമിക്കണമായിരുന്നല്ലേ? ബാങ്കുകൾ കയറിയിറങ്ങി നടന്ന് രേഖകളൊക്കെ സമർപ്പിച്ച് ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞായിരിക്കും ഒരു ലോൺ ഒന്ന് പാസ്സായി കിട്ടുന്നത്. ഒരു ലോൺ എടുക്കാനായി ആരും പണ്ടത്തെ പോലെ നെട്ടോട്ടം ഓടേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഇല്ല എന്ന നിലയിൽ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ലോണിന് അപേക്ഷിക്കുന്ന ദിവസം തന്നെ വ്യക്തിഗത വായ്പകൾ അനുവദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ബാങ്കിൽ പോവുക പോലും വേണ്ട, എത്രയും വേഗം തന്നെ ഓൺലൈനായി ഈ ലോണിന്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ നമുക്ക് ലോൺ തരുന്ന സ്ഥാപനം അത്ര വിശ്വാസയോഗ്യമല്ലാത്ത ഒന്നാണെങ്കിലോ അവസാനം എട്ടിന്റെ പണിയാവും നമ്മളെ തേടിയെത്തുന്നത്. ഓൺലൈൻ വഴി ഞൊടിയിടയിൽ ലോൺ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് സാധാരണ നമുക്ക് നമ്മുടെ ഫോണുകളിലും മറ്റും മെസ്സേജ് ഒക്കെ വരാറുണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഇത്ര രൂപ ലോൺ ലഭിക്കും, പെട്ടെന്ന് ലോൺ ലഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ദയവായി ശ്രദ്ധിക്കുക, അത്തരം ചതിക്കുഴികളിൽ ഇനി നമ്മൾ വീഴാൻ പാടില്ല. കാരണം RBI അംഗീകൃത സ്ഥാപനമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടേക്കാം. നിങ്ങൾ കൂടുതൽ പലിശ ഉറപ്പായും അവർക്ക് നൽകേണ്ടി വരും, തീർച്ച. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഈട് അല്ലെങ്കിൽ ഒരു കൊളാട്രൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമാവാനുള്ള സാധ്യതകളും വളരെ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോൺ എടുക്കുമ്പോഴും നിക്ഷേപം നടത്തുമ്പോഴും അതിൽ തീരുമാനങ്ങൾ എടുക്കും മുമ്പ് ഒരു സാമ്പത്തിക വിദഗ്ധന്റെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ്. 2025 തുടർച്ചയായി 3 തവണയും RBI റിപ്പോ നിരക്ക് കുറച്ചിരുന്ന കാര്യം നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടുണ്ടാവും. മൊത്തം 100 ബേസിസ് പോയിന്റ് ആണ് ഇവിടെ കുറച്ചത്. ഇതോടെ വിവിധ വായ്പകളുടെ പലിശ നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഭവന വായ്പകളുടെയും വാഹന വായ്പകളുടെയും പലിശ നിരക്കാണ് കുറഞ്ഞിരിക്കുന്നത്. വായ്പയ്ക്കൊപ്പം സ്ഥിര നിക്ഷേപങ്ങളുടെയും പലിശ കുറച്ചിട്ടുണ്ട്. വായ്പകളുടെ പലിശ കുറഞ്ഞതോടെ ഭവന വാഹന വായ്പകൾ എടുക്കുന്നവർക്ക് അതൊരു ആശ്വാസമായിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും വായ്പകളുടെ പലിശ നിരക്ക് കുറച്ചു. പക്ഷേ വ്യക്തിഗത വായ്പകൾക്ക്, പേഴ്സണൽ ലോണുകൾക്ക് ഈ മാറ്റം ബാധകമാവണമെന്നില്ല. എമർജൻസി ആവശ്യങ്ങൾക്കും മറ്റുമാണ് പലരും വ്യക്തിഗത വായ്പകളെ പരിഗണിക്കുന്നത്. മറ്റ് ജാമ്യ വ്യവസ്ഥകളില്ലാതെ തന്നെ വളരെ വേഗത്തിൽ തന്നെ പണം ഉറപ്പാക്കാം എന്നുള്ളതാണ് വ്യക്തിഗത വായ്പകളെ ഇത്രമാത്രം ജനപ്രിയമാക്കുന്നതിന് കാരണമായത്. മാത്രമല്ല, സാധാരണ വായ്പകളെക്കാൾ വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് പൊതുവെ കൂടുതലാണ്. അത് എപ്പോഴും ഓർക്കണം. അതിനാൽ വിവിധ സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ വ്യക്തിഗത വായ്പകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനപ്രിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിൽ വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം 10.30% മുതൽ 15.30% വരെ പലിശ ഈടാക്കുന്നുണ്ട്. ഇനി കാനറ ബാങ്കിലേക്ക് നോക്കിയാൽ 9.95% മുതൽ 15.40% വരെ പലിശ അവർ ഈടാക്കുന്നു. ICICI ബാങ്ക് നോക്കാം. ICICI ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പ്രതിപക്ഷം 10.80% മുതൽ 16.50% വരെ പലിശ ഈടാക്കുന്നുണ്ട്. ഇനി HDFC ബാങ്കിലേക്ക് വരികയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ HDFC ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം 10.90 മുതൽ 24% വരെ പലിശ നിങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. ഇനി അടുത്തത് കൊട്ടക് മഹീന്ദ്ര ബാങ്കാണ്. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം 10.99% പലിശ ഈടാക്കുന്നുണ്ട്. ഇനി ഫെഡറൽ ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം 11.49 മുതൽ 14.49% വരെ പലിശ ഈടാക്കുന്നു. ഇനി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ രാജ്യത്തെ പ്രധാന പൊതുമേഖലാ ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം 12.35% മുതൽ 14.45% വരെ പലിശ ഈടാക്കുന്നുണ്ട്. ഇനി അടുത്തതായി ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് വരുമ്പോൾ വ്യക്തിഗത വായ്പകൾക്ക് ഈ പൊതുമേഖലാ ബാങ്ക് പ്രതിവർഷം 11.25 മുതൽ 18.30% വരെ പലിശ ഈടാക്കുന്നു. ഇവിടെ ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തിഗത വായ്പകളിൽ താരതമ്യേന കുറഞ്ഞ പലിശ നിരക്ക് നൽകുന്നത് കാനറ ബാങ്കാണ്. എന്നാൽ വ്യക്തിഗത വായ്പകൾ ഓരോ വ്യക്തിയുടെയും ക്രെഡിറ്റ് ഉപയോഗത്തിനനുസരിച്ച് പലിശ വ്യത്യാസപ്പെടും എന്നത് ഓർക്കുക. അതിനാൽ എപ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഉയർന്നിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അലംഭാവം കാണിക്കരുത്. നിങ്ങൾ വ്യക്തിഗത വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ കുറഞ്ഞ പലിശ നിരക്ക് ആഗ്രഹിക്കാറുണ്ടോ? എന്നാൽ കുറഞ്ഞ നിരക്ക് ലഭിക്കാൻ നിങ്ങളുടെ ക്രെഡിറ്റ് ഉപയോഗം മെച്ചപ്പെടുത്തിയിരിക്കണം. ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് ഉറപ്പായും ലഭിക്കും. മാത്രമല്ല, കാലാവധിയിലെ ഇളവുകളും ഉറപ്പാക്കാം. 720 എന്ന ലിമിറ്റിൽ കൂടുതൽ ക്രെഡിറ്റ് സ്കോർ നിലനിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം ഉയർന്ന സ്കോർ ലഭിക്കാൻ നിങ്ങളുടെ പ്രതിമാസ തിരിച്ചടവ് കൃത്യമായി അടച്ച് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കോർ നിശ്ചയമായും ഉയരും. തിരിച്ചടവുകൾ കൃത്യമാവുകയും കൃത്യമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോർ കൂടുതൽ ഉയർന്നിരിക്കും എന്നത് സ്വാഭാവികമാണല്ലോ. മാത്രമല്ല,
സാമ്പത്തികമായ പ്ലാനിംഗ് ഇല്ലാതെ വായ്പ എടുത്ത് അവയുടെ തിരിച്ചടവുകൾ മുടങ്ങിയാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ തകർക്കാനും കാരണമാകും. ഫോണിൽ വരുന്ന മുൻപെങ്ങും കേട്ടുകേഴ്വി പോലുമില്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങൾ വെച്ചു നീട്ടുന്ന വായ്പകൾ നിങ്ങളെ നന്നാക്കാനല്ല, മറിച്ച് അവർക്ക് കൊള്ളലാഭം നേടിയെടുക്കാനാണ് എന്ന വസ്തുത മനസ്സിലാക്കി നിങ്ങൾ പെരുമാറുക. ഒരു വായ്പയുടെ ആവശ്യം വരുമ്പോൾ അംഗീകൃത ബാങ്കുകളുടെ അടുക്കൽ തന്നെ സമീപിക്കണം. ക്രെഡിറ്റ് സ്കോർ മോശമല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ നിന്ന് ലോൺ ലഭിച്ചിരിക്കും. ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.